PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കാലത്തിൻ്റെ കയ്യൊപ്പുകൾ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത് എന്താണ് ശിലാമണ്ഡലം. എന്താണ് ശിലാമണ്ഡലം? ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൂവൽക്കം മുതൽ അകക്കാമ്പ് വരെയുള്ള കനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ശിലാമണ്ഡലത്തിന്റെ കനം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, ഭൂവൽക്കം മുതൽ അകക്കാമ്പ് വരെയുള്ള കനവുമായി താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശിലാമണ്ഡലത്തിന്റെ കനം വളരെ കുറവാണ്. എന്താണ് ഭൂവൽക്കം? ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. നമ്മളിപ്പോൾ ഓരോ ദിവസവും പഠിക്കുമ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ഭൂവൽക്കം, എന്താണ് മാന്റിൽ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SCRT ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ. ശിലാമണ്ഡലം എന്താണ്, ഭൂവൽക്കം, മാന്റിൽ, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഭൂവൽക്കം മുതൽ അകക്കാമ്പ് വരെയുള്ള, അകക്കാമ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അകക്കാമ്പ്, പുറക്കാമ്പ്, ഭൂവൽക്കം, മാന്റിൽ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഭൂവൽക്കം മുതൽ അകക്കാമ്പ് വരെയുള്ള കനവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ശിലാമണ്ഡലത്തിന്റെ കനം എന്താണ്? വളരെ കുറവാണ്. മുട്ടയുടെ പൊട്ടിയ പുറന്തോടുപോലെ പല കഷ്ണങ്ങളായാണ് ശിലാമണ്ഡലം കാണപ്പെടുന്നത്. ശിലാമണ്ഡലം കാണപ്പെടുന്നത് എങ്ങനെയാണ്? മുട്ടയുടെ പൊട്ടിയ പുറന്തോട് പോലെ പല പല കഷ്ണങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അനേകായിരം കിലോമീറ്ററുകൾ വിസ്തൃതിയും പരമാവധി 100 കിലോമീറ്റർ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെ എന്തെന്ന് വിളിക്കാം? ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കാം. ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ എന്താണ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത്? അനേകായിരം കിലോമീറ്ററുകൾ വിസ്തൃതിയും പരമാവധി 100 കിലോമീറ്റർ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് നമ്മൾ ശിലാമണ്ഡല ഫലകങ്ങൾ അഥവാ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് വിളിക്കുന്നത്. വലുതും ചെറുതുമായ ഈ ഫലകങ്ങൾ ഓരോന്നും സമുദ്രഭാഗവും വൻകര ഭാഗവും ഉൾക്കൊള്ളുന്നതോ സമുദ്രഭാഗം മാത്രം ഉൾക്കൊള്ളുന്നതോ വൻകര ഭാഗം മാത്രം ഉൾക്കൊള്ളുന്നതോ ആവാം. അപ്പോൾ ഈ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് പറയുന്ന ഈ ഫലകങ്ങൾ, വലുതും ചെറുതുമായ ഈ ഫലകങ്ങൾ എങ്ങനെയാവാം? ഓരോന്നും സമുദ്രഭാഗവും വൻകര ഭാഗവും ഉൾക്കൊള്ളുന്നതാവാം, സമുദ്രഭാഗം മാത്രം ഉൾക്കൊള്ളുന്നതാവാം, വൻകര ഭാഗം മാത്രം ഉൾക്കൊള്ളുന്നതോ ആവാം.
മനസ്സിലായോ? അപ്പൊ എന്താണ് ശിലാമണ്ഡലം? ഭൂവൽക്കവും മാന്റിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലത്തിന്റെ കനം ഭൂവൽക്കം മുതൽ അകക്കാമ്പ് വരെയുള്ള കനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ശിലാമണ്ഡലം എന്ന് പറയുന്നത് പല കഷ്ണങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ അനേകായിരം കിലോമീറ്ററുകൾ വിസ്തൃതിയും പരമാവധി 100 കിലോമീറ്റർ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ അഥവാ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ വലുതും ചെറുതുമായിട്ടുള്ള ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് സമുദ്രഭാഗവും വൻകര ഭാഗവും ഉൾക്കൊള്ളുന്നതാവാം, സമുദ്രഭാഗം മാത്രം ഉൾക്കൊള്ളുന്നതാവാം, വൻകര ഭാഗം മാത്രം ഉൾക്കൊള്ളുന്നതോ ആവാം എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കുക, ശിലാമണ്ഡല ഫലകങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, അന്റാർട്ടിക് ഫലകം, ഓസ്ട്രേലിയൻ ഫലകം, പസഫിക് ഫലകം, വടക്കേ അമേരിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ ഫലകം, ആഫ്രിക്കൻ ഫലകം, യൂറേഷ്യൻ ഫലകം. ഇതാണ് വിവിധ തരത്തിലുള്ള ശിലാമണ്ഡല ഫലകങ്ങൾ. ഏതൊക്കെയാണ്? വടക്കേ അമേരിക്കൻ ഫലകം, ആഫ്രിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ ഫലകം, പസഫിക് ഫലകം, ഓസ്ട്രേലിയൻ ഫലകം, അന്റാർട്ടിക് ഫലകം, യൂറേഷ്യൻ ഫലകം. അപ്പൊ ഇതാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ. ഇനി ഈ ഫലകങ്ങളെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, ശിലാമണ്ഡല ഫലകങ്ങൾ ഏതൊക്കെയാന്ന് പഠിച്ചു. ഇതിനെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫലകങ്ങളെ ചെറിയ ഫലകങ്ങൾ എന്നിങ്ങനെ, വലിയ ഫലകങ്ങൾ അതുപോലെ ചെറിയ ഫലകങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, ശിലാമണ്ഡല ഫലകങ്ങളെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിക്കാം. വലിയ ഫലകങ്ങൾ എന്നും ചെറിയ ഫലകങ്ങൾ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഫിലിപ്പൈൻ, കോക്കോസ്, നാസ്ക, കരീബിയൻ, സ്കോഷ്യ, അറേബ്യൻ തുടങ്ങിയ ഫലകങ്ങളാണ് ചെറിയ ഫലകങ്ങൾ. ചെറിയ ഫലകങ്ങൾ അഥവാ മൈനർ പ്ലേറ്റ്സ് ഏതൊക്കെയാണ്? ഫിലിപ്പൈൻ, കോക്കോസ്, നാസ്ക, കരീബിയൻ, സ്കോഷ്യ, അറേബ്യൻ തുടങ്ങിയ ഫലകങ്ങളാണ് ചെറിയ ഫലകങ്ങൾ, മൈനർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വലിയ ഫലകങ്ങൾ 7 എണ്ണമാണ് ഉള്ളത്. വലിയ ഫലകങ്ങൾ എത്ര എണ്ണമാണ് ഉള്ളത്? 7 എണ്ണമാണ് ഉള്ളത്. ഇതിൽ പസഫിക് ഫലകമാണ് ഏറ്റവും വലുത്. ഏറ്റവും വലുത് ഏതാണ്? പസഫിക് ഫലകമാണ് ഏറ്റവും വലുത്. സമുദ്രഭാഗം മാത്രം ഉൾക്കൊള്ളുന്ന ഫലകമാണ് പസഫിക് ഫലകം. പസഫിക് ഫലകം എന്ന് പറയുന്നത് സമുദ്രഭാഗം മാത്രം ഉൾക്കൊള്ളുന്ന ഫലകമാണ് എന്നത് ഓർത്തിരിക്കുക. അപ്പോൾ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ശിലാമണ്ഡല ഫലകങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. വലിയ ഫലകങ്ങൾ എന്നും ചെറിയ ഫലകങ്ങൾ എന്നും തിരിക്കാം. അതിൽ ചെറിയ ഫലകങ്ങൾ അഥവാ മൈനർ പ്ലേറ്റ്സ് ആണ് ഫിലിപ്പൈൻ, കോക്കോസ്, നാസ്ക, കരീബിയൻ, സ്കോഷ്യ, അറേബ്യൻ തുടങ്ങിയവ. വലുത് 7 എണ്ണമാണ് ഉള്ളത്. വലിയ ശിലാമണ്ഡലങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഏതൊക്കെയാണ് വലിയ ശിലാമണ്ഡലങ്ങൾ? പസഫിക് ഫലകം, ഓസ്ട്രേലിയൻ ഫലകം, വടക്കേ അമേരിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ ഫലകം, ആഫ്രിക്കൻ ഫലകം, യൂറേഷ്യൻ ഫലകം, അന്റാർട്ടിക് ഫലകം. അങ്ങനെ 7 എണ്ണമാണ് എന്തുള്ളത്? വലിയ ഫലകങ്ങൾ. 7 എണ്ണം നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ വലിയ ഫലകങ്ങളിൽ പസഫിക് ഫലകമാണ് ഏറ്റവും വലുത്. കണ്ടോ, ഈ വലിയ ഫലകങ്ങൾ 7 എണ്ണം കൊടുത്തതിൽ ഏറ്റവും വലുത് ഏതാണ്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, പസഫിക് ഫലകമാണ് ഏറ്റവും വലുത്. ഈ പസഫിക് ഫലകം എന്ന് പറയുന്നത് സമുദ്രഭാഗം മാത്രം ഉൾക്കൊള്ളുന്ന ഫലകമാണ് എന്നതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഭാഗികമായി ദ്രവാവസ്ഥയിലുള്ള അസ്തനോസ്ഫിയറിന് മുകളിലാണ് ശിലാമണ്ഡല ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ശിലാമണ്ഡല ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭാഗികമായി ദ്രവാവസ്ഥയിലുള്ള അസ്തനോസ്ഫിയറിന് മുകളിലാണ്. അസ്തനോസ്ഫിയറിന് മുകളിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ശിലാമണ്ഡല ഫലകങ്ങൾ പഠിച്ചില്ലേ? ശിലാമണ്ഡല ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നത് ഓർത്തിരിക്കുക. ഇനി ഭൂമിക്കുള്ളിലെ അത്യധികമായ താപത്താൽ ഉരുകിയ മാന്റിലിന്റെ ഭാഗമായ മാഗ്മ നിരന്തരം സംവഹനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇത് ശിലാമണ്ഡല ഫലകങ്ങളെ ചലിപ്പിക്കുന്നു. അപ്പോൾ ശിലാമണ്ഡല ഫലകങ്ങളെ ചലിപ്പിക്കുന്നത് എന്താണ്? ഭൂമിക്കുള്ളിലെ
അത്യധികമായ താപത്താൽ ഉരുകിയ മാന്റിലിന്റെ ഭാഗമായ മാഗ്മ നിരന്തരം സംവഹനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നതാണ് ശിലാമണ്ഡല ഫലകങ്ങളെ ചലിപ്പിക്കുന്നത്. ശിലാമണ്ഡല ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അസ്തനോസ്ഫിയറിന് മുകളിലാണ്. വർഷത്തിൽ ശരാശരി 2 സെന്റിമീറ്റർ മുതൽ 12 സെന്റിമീറ്റർ വരെ വേഗത്തിലാണ് ഫലകങ്ങൾ ചലിക്കുന്നത്. ഫലകങ്ങൾ ചലിക്കുന്നത് എങ്ങനെയാണ്? വർഷത്തിൽ ശരാശരി 2 സെന്റിമീറ്റർ മുതൽ 12 സെന്റിമീറ്റർ വരെ വേഗത്തിലാണ് ഫലകങ്ങൾ ചലിക്കുന്നത്. ഫലകങ്ങളുടെ ചലനവേഗം എല്ലാ കാലത്തും ഒരേപോലെ ആയിരുന്നില്ല. ഫലകങ്ങളുടെ ചലനവേഗം ഒരുപോലെയാണോ? അല്ല. 580 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ചലനവേഗം വർഷത്തിൽ 30 സെന്റിമീറ്റർ വരെ ഉണ്ടായിരുന്നു. 580 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ചലനവേഗം വർഷത്തിൽ 30 സെന്റിമീറ്റർ വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എത്രയാണ് പറയുന്നത്? വർഷത്തിൽ ശരാശരി 2 സെന്റിമീറ്റർ മുതൽ 12 സെന്റിമീറ്റർ വരെ വേഗത്തിലാണ് ഫലകങ്ങൾ ചലിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. സംവഹന പ്രവാഹം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. നിമജ്ജന മേഖല, പുതിയ കടൽത്തറ, സമുദ്രം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിടവിലൂടെ മാഗ്മ ഉയരുന്നു. ഈ ചിത്രം ഒന്ന് നോക്കുക. ഇനി ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് വൻകര വിസ്ഥാപന സിദ്ധാന്തമാണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം. അപ്പോ ഈ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ച കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് വെഗ്നർ ആണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന ആശയം അവതരിപ്പിച്ച കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ജർമ്മൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് വെഗ്നർ. അദ്ദേഹമാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം അവതരിപ്പിച്ചത്. വർഷം എത്രയാണ്? 1912 1912 ആൽഫ്രഡ് വെഗ്നർ എന്ന ജർമ്മൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന ആശയം അവതരിപ്പിച്ചു. ഓക്കെ, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴുള്ള എല്ലാ വൻകരകളും ചേർന്ന് പാൻജിയ എന്ന ബൃഹത് വൻകരയും അതിനെ ചുറ്റി പന്തലാസ എന്ന മഹാസമുദ്രവും നിലനിന്നിരുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. അപ്പൊ ഈ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം വാദിച്ചത് എന്താണ്? ആൽഫ്രഡ് വെഗ്നർ വാദിച്ചത് എന്താണ്? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴുള്ള എല്ലാ വൻകരകളും ചേർന്ന് പാൻജിയ എന്ന് പറയുന്ന ഒരു ബൃഹത് വൻകരയും അതിനെ ചുറ്റി പന്തലാസ എന്ന മഹാസമുദ്രവും നിലനിന്നിരുന്നു എന്നാണ് അദ്ദേഹം വാദിച്ചത്. പിന്നീട് വൻകരകൾ ഉൾക്കൊള്ളുന്ന ഭാഗം സമുദ്രാടിത്തട്ടിന് മുകളിലൂടെ പതുക്കെ തെന്നി മാറി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇപ്പോഴുള്ള വൻകരകൾ രൂപപ്പെട്ടു എന്നാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിലൂടെ ആൽഫ്രഡ് വെഗ്നർ എന്ത് ചെയ്തത്? അഭിപ്രായപ്പെട്ടത്. ഓക്കെ, ഇനി ഈ ഒരു പിക്ചർ ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെ എ എന്ന് പറയുന്ന പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫലകം, ഇവിടെ അസ്തനോസ്ഫിയർ കാണുന്നുണ്ടല്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഫലകങ്ങൾ രണ്ടും അകലുകയാണ് അല്ലെ. അതാണ് വിയോജക സീമ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫലകങ്ങൾ പരസ്പരം അകലുന്നതാണ് വിയോജക സീമ. അടുത്ത നോക്കിയേ, ഫലകം രണ്ടെണ്ണം ഉണ്ട്, ഫലകങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു? അടുത്ത് വരുന്നു. അതാണ് സംയോജക സീമ എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഫലകം രണ്ടും അടുത്തടുത്ത് വരുന്നു, അതാണ് സംയോജക സീമ. അടുത്തത് ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുകയാണ് ചെയ്യുന്നത്. അത് ഛേദക സീമ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. വിയോജക സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുന്നു. ആരോ മാർക്ക് നോക്കുക, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ്, അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ സെയിം ഡയറക്ഷനിലോട്ടാണ് വരുന്നത്, അതായത് ഫലകങ്ങൾ പരസ്പരം അടുത്ത് വരുന്നു, സംയോജക സീമ. ഇവിടെയാണെങ്കിലോ ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുകയാണ് ചെയ്യുന്നത്, ഉരഞ്ഞു നീങ്ങുന്നു, അതാണ് ഛേദക സീമ എന്ന് പറയുന്നത്. അത് നോക്കിയല്ലോ. ഇനി ഇവിടെ നോക്കുക, അസ്തനോസ്ഫിയറിന് മുകളിലാണ് എന്താ ഫലകങ്ങൾ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലെ. കണ്ടോ, ഇവിടെ അസ്തനോസ്ഫിയർ, ഇവിടെ വൻകര ഫലകം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ യോജിച്ച് വന്ന് ഇവിടെ മടക്കു പർവ്വത നിരയായിട്ട് മാറുന്നതും ഒക്കെ ആയിട്ട് ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ വൻകര വിസ്ഥാപന സിദ്ധാന്തം ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക, സംയോജക സീമ, വിയോജക സീമ എന്ന് പറയുന്ന ഈ ഒരു പിക്ചർ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരിക. ഇനി നമുക്കിവിടെ പറയാനുള്ളത് നോക്കുക. ആദ്യം ഇവിടെ മടക്കു പർവ്വതങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കണ്ടോ, മടക്കു പർവ്വതങ്ങൾ. അപ്പൊ അതെന്താന്ന് പറയുന്നതിന് മുന്നേ എന്താണ് സംയോജക സീമകൾ എന്ന് പറയണം.
അപ്പൊ സംയോജക സീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംയോജക സീമകളിലാണ് മടക്കു പർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മൾ പറഞ്ഞല്ലേ സംയോജക സീമകളിലാണ് സംയോജക സീമ കണ്ടോ, സംയോജക സീമയിലാണ് മടക്കു പർവ്വത നിര ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യൻ ഫലകത്തിനും യൂറേഷ്യൻ ഫലകത്തിനും ഇടയിലായി രൂപം കൊണ്ട മടക്കു പർവ്വത നിരയാണ് ഹിമാലയൻ പർവ്വതം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യൻ ഫലകത്തിനും യൂറേഷ്യൻ ഫലകത്തിനും ഇടയിലായിട്ട് രൂപം കൊണ്ട മടക്കു പർവ്വത നിരയാണ് ഏത്? ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത്. അപ്പോ ഈ സംയോജക സീമകളിൽ ഫലകങ്ങൾ തമ്മിൽ സാന്ദ്രതാ വ്യത്യാസം ഉണ്ടെങ്കിൽ സാന്ദ്രത കൂടിയ ഫലകം എന്ത് ചെയ്യും? സാന്ദ്രത കുറഞ്ഞ ഫലകത്തിന് അടിയിലേക്ക് ആണ്ടുപോകും. ഇതിനെയാണ് നിമജ്ജന മേഖലകൾ അഥവാ സബ്ഡക്ഷൻ സോൺസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ സബ്ഡക്ഷൻ സോൺസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിമജ്ജന മേഖല. അപ്പൊ എന്താണ് നിമജ്ജന മേഖല അല്ലെങ്കിൽ സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത്? സംയോജക സീമകളിൽ ഫലകങ്ങൾ തമ്മിൽ സാന്ദ്രതാ വ്യത്യാസം ഉണ്ടാകുമ്പോൾ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നതാണ് നിമജ്ജന മേഖല അഥവാ സബ്ഡക്ഷൻ സോൺ. നിമജ്ജന മേഖല നമ്മൾ നേരത്തെ ഒരു ചിത്രം കണ്ടു അല്ലെ? അപ്പൊ ഇവിടെ കണ്ടോ, സാന്ദ്രത കൂടിയത് എന്ത് ചെയ്യും? സാന്ദ്രത അല്ലെ കൂടിയത് കുറഞ്ഞതിന് അടിയിലേക്ക്, ഇവിടെ നോക്കുക, സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിന് അടിയിലേക്ക് ആണ്ടുപോകുന്നു. അപ്പൊ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിന് അടിയിലേക്ക് ആണ്ടുപോകുന്ന മേഖലയാണ് നിമജ്ജന മേഖല അഥവാ സബ്ഡക്ഷൻ സോൺ. നമുക്ക് ഇവിടെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റും. സബ്ഡക്ഷൻ സോൺ എന്ന് പറയുന്നത് സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിന് അടിയിലേക്ക് ആണ്ടുപോകുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നിമജ്ജന മേഖല അഥവാ സബ്ഡക്ഷൻ സോൺ എന്ന് നമ്മൾ പറയുന്നത്. അത് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നിമജ്ജന മേഖലകളിൽ സമുദ്രാന്തർ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ സബ്ഡക്ഷൻ സോണിൽ എന്തുണ്ടാവാറുണ്ട്? സമുദ്ര അന്തർഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. അപ്പൊ അങ്ങനെ അതിനൊരു എക്സാമ്പിൾ ആണ് പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം. പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തം എന്ന് പറയുന്നത് സബ്ഡക്ഷൻ സോൺസിൽ ഉണ്ടാവുന്ന സമുദ്രാന്തർ ഗർത്തങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോ അത്രയും മനസ്സിലായില്ലേ? അപ്പൊ ഇത് സംയോജക സീമകളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഈ സംയോജക സീമകളിലാണ് എന്തുണ്ടാവുന്നതെന്ന് പറഞ്ഞു? മടക്കു പർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് മടക്കു പർവ്വതങ്ങൾ നോക്കുക. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്, അതായത് ഫോൾഡിംഗ് നടക്കാറുണ്ട്. ഇതുമൂലം രൂപം കൊള്ളുന്ന പർവ്വതനിരകളാണ് മടക്കു പർവ്വതനിര അഥവാ ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. ഹിമാലയം, ആൽപ്സ്, ആൻഡീസ്, അറ്റ്ലസ് എന്നിവയൊക്കെ മടക്കു പർവ്വതനിരകളാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. താഴെ തന്നിട്ടുള്ളവയിൽ മടക്കു പർവ്വതത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? ഹിമാലയം, ആൽപ്സ്, ആൻഡീസ്, അറ്റ്ലസ് ഇതെല്ലാം എന്താണ്? മടക്കു പർവ്വതങ്ങളാണ്. ഇനി അടുത്തത് വിയോജക സീമകളാണ് പഠിക്കുന്നത്. വിയോജക സീമകൾ. അപ്പോ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ തെക്കുവടക്ക് ദിശയിൽ ഒരു പർവ്വതനിര രൂപം കൊണ്ടിട്ടുണ്ട്. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്നറിയപ്പെടുന്ന ഇത് മേൽപ്പറഞ്ഞ രണ്ട് ഫലകങ്ങളുടെ വിയോജനത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്. ഫലകങ്ങൾ പരസ്പരം അകലുന്നതിന്റെ ഫലമായി ഇവയ്ക്ക് ഇടയിലൂടെ മാഗ്മ പുറത്തേക്ക് വരികയും തണുത്തുറഞ്ഞ പർവ്വതങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഈ പർവ്വതനിരകളെ സമുദ്രാന്തർ പർവ്വതനിരകൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ തെക്ക് വടക്ക് ദിശയിൽ ഒരു പർവ്വതനിര രൂപം കൊണ്ടിട്ടുണ്ട്. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോ മേൽപ്പറഞ്ഞ രണ്ട് ഫലകങ്ങളുടെ വിയോജനത്തിന്റെ ഫലമായിട്ട്, അതായത് ഇവിടെ നോക്കുക, ആഫ്രിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ ഫലകം, അപ്പൊ അതിന്റെ വിയോജനത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണിത്. ഫലകങ്ങൾ പരസ്പരം അകലുന്നതിന്റെ ഫലമായി ഇവയ്ക്കിടയിലൂടെ മാഗ്മ പുറത്തേക്ക് വരികയും തണുതുറഞ്ഞ പർവ്വതങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഇത്തരം പർവ്വതനിരകളെ എന്താണ് വിളിക്കുന്നത്? സമുദ്രാന്തർ പർവ്വതനിരകൾ എന്നാണ് വിളിക്കുന്നത്. സമുദ്രാന്തർ
പർവ്വത നിരകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫലകങ്ങൾ പരസ്പരം അകലുന്നതാണ് എന്തെന്ന് പറയുന്നത്, വിയോജക സീമ എന്ന് പറയുന്നത്. ആഫ്രിക്കൻ ഫലകത്തിന്റെയും തെക്കേ അമേരിക്കന്റെയും ഫലകത്തിന്റെയും വിയോജന ഫലമായി രൂപം കൊണ്ട പർവ്വതനിര ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്, മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിരയാണ്. ആഫ്രിക്കൻ ഫലകത്തിന്റെയും തെക്കേ അമേരിക്കൻ ഫലകത്തിന്റെയും വിയോജന ഫലമായി രൂപം കൊണ്ടതാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്ന് പറയുന്നത്. അതുപോലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ തെക്കുവടക്ക് ദിശയിൽ രൂപം കൊണ്ടിട്ടുള്ള പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്ന് പറയുന്നത്. എന്താണ് സമുദ്രാന്തർ പർവ്വതനിരകൾ? ഫലകങ്ങൾ പരസ്പരം അകലുന്നതിന്റെ ഫലമായി അവയ്ക്കിടയിലൂടെ മാഗ്മ പുറത്തേക്ക് വരികയും തണുത്തുറഞ്ഞ പർവ്വതങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന പർവ്വതനിരകളാണ് സമുദ്രാന്തർ പർവ്വതനിരകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ നോക്കുക, സമുദ്രതട വ്യാപനവും ശിലകളുടെ പ്രായവും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് വിയോജക സീമകളിലൂടെ ഉപരിതലത്തിലെത്തുന്ന മാഗ്മ ഫലക അതിരുകളിൽ തണുത്തുറയുന്നതിന്റെ ഫലമായി പുതിയ കടൽ തറകൾ സൃഷ്ടിക്കപ്പെടുന്നു. എന്താണ്? വിയോജക സീമകളിലൂടെ ഉപരിതലത്തിലെത്തുന്ന മാഗ്മയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഫലക അതിരുകളിൽ തണുത്തുറയുന്നു. അതിന്റെ ഫലമായിട്ട് പുതിയ കടൽ തറകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ പ്രതിഭാസത്തെയാണ് സമുദ്ര തടവ്യാപനം അഥവാ സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്ന് പറയുന്നത്. വിയോജക സീമ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഫലകങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഫലകങ്ങൾ പരസ്പരം അകലുകയാണ്. അതിനെയാണ് വിയോജക സീമ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിയോജക സീമകളിലൂടെ ഉപരിതലത്തിലെത്തുന്ന മാഗ്മ ഫലക അതിരുകളിൽ തണുത്തുറയുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാക്കുന്ന കടൽത്തറകൾ, ആ ഒരു പ്രതിഭാസത്തെയാണ് സമുദ്രതട വ്യാപനം അഥവാ സീ ഫ്ലോർ സ്പ്രെഡിംഗ് എന്ന് പറയുന്നത്. ലോകത്ത് 200 ദശലക്ഷം വർഷത്തിനുമേൽ പഴക്കമുള്ള കടൽത്തറകൾ ഇല്ലാത്തത് ഇതിനാലാണ്. എന്നാൽ ലോകത്തിലെ വൻകരകൾ 2000 ദശലക്ഷം വർഷത്തിനുമേൽ പ്രായമുള്ളവയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ക്ലിയർ? അടുത്തത് ഛേദക സീമകളാണ് കേട്ടോ. ഛേദക സീമകൾ. അപ്പോ എന്താണ് ഛേദക സീമ? നമ്മൾ ആദ്യം പഠിച്ചു. എന്താ? ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുന്നതാണ് അല്ലെ. ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്ന ഫലകങ്ങളാണ് ഛേദക സീമകൾ എന്ന് പറയുന്നത്. കണ്ടോ, ഉരസി നീങ്ങുന്നത്. ഈ ഒരു ഗ്യാപ്പ് ഒക്കെ വന്നിരിക്കുന്നത് കണ്ടോ? ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക. അപ്പൊ ഫലകങ്ങൾ പരസ്പരം ഉരഞ്ഞു നീങ്ങുന്നതിനെയാണ് ഛേദക സീമ എന്ന് പറയുന്നത്. ഈ ഛേദക ഫല സീമകൾ ഭ്രംശമേഖലകളാണ് അല്ലെ. ഇത്തരം ഫലകസീമകൾ എന്താണ്? ഭ്രംശമേഖലകളാണ്. ഛേദക ഫലസീമകളിൽ പൊതുവെ എന്ത് സൃഷ്ടിക്കപ്പെടാറില്ല? ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടാറില്ല. ഓക്കെ, ഛേദക ഫലക സീമകളിൽ പൊതുവെ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടാറില്ല. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല, വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല എന്ന് പറയുന്നത് ഛേദക സീമയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ ഛേദക സീമയ്ക്ക് ഒരു ഉദാഹരണം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല ഛേദക സീമയ്ക്ക് ഒരു ഉദാഹരണമാണ് എന്ന് നമുക്ക് പറയാം. മറ്റിടങ്ങളെ അപേക്ഷിച്ച് ഫലകാതിരുകൾ പൊതുവെ ദുർബലമായതിനാൽ ഇത്തരം ഫലകാതിരുകൾ പൊതുവെ ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, ഭൂഭ്രംശം തുടങ്ങിയവ കൊണ്ട് പ്രക്ഷുബ്ധമാണ്. അപ്പോൾ മറ്റുള്ളവയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഫലകാതിരുകൾ, അതായത് ഛേദക സീമാതിരുകൾ ഈ ഒരു ഭാഗത്താണ് പൊതുവെ ഭൂകമ്പങ്ങളും അഗ്നിപർവ്വതങ്ങളും ഭൂഭ്രംശങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. ഭൗമോപരിതലത്തിലെ വലിയ ഭൂരൂപങ്ങളായ മടക്കുപർവ്വതങ്ങൾ, പീഠഭൂമികൾ, അഗ്നിപർവ്വതങ്ങൾ എന്നിവ ഫലകചലനങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നവയാണ്. ഓക്കെ, അപ്പോ ഭൗമചലനങ്ങളുടെ ഫലമായിട്ട് സൃഷ്ടിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഫലകചലനങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നവയാണ് ഭൗമോപരിതലത്തിലെ വലിയ ഭൂരൂപങ്ങളായിട്ടുള്ള മടക്കുപർവ്വതങ്ങൾ, പീഠഭൂമികൾ, അഗ്നിപർവ്വതങ്ങൾ. ഇതെല്ലാം ഫലകചലനങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നവയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് എന്താണ് ഉത്ഥാനം അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് എന്ന് പറയുന്നത്? ഉത്ഥാനം അഥവാ അപ്ലിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിലെ ചില പ്രദേശങ്ങൾ ഉയർത്തപ്പെടുകയും ചിലത് താഴ്ത്തപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഭൂവൽക്ക ഭാഗങ്ങൾ ഉയർത്തപ്പെടുന്ന പ്രക്രിയയാണ് ഉത്ഥാനം എന്ന് വിളിക്കുന്നത്. താഴ്ത്തപ്പെടുന്നതിനെ അവതലനം എന്നും അല്ലെങ്കിൽ സബ്സിഡൻസ് എന്നും വിളിക്കുന്നു. അപ്പോൾ അപ്ലിഫ്റ്റും സബ്സിഡൻസും, ഉത്ഥാനവും അവതലനവും എന്തൊക്കെയാണ്? ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിലെ ചില പ്രദേശങ്ങൾ ഉയർത്തപ്പെടുന്ന പ്രക്രിയയാണ് ഉത്ഥാനം.
ഭൗമചലനങ്ങളുടെ ഫലമായി ഭൂവൽക്കത്തിലെ ചില പ്രദേശങ്ങൾ താഴ്ത്തപ്പെടുന്ന പ്രക്രിയയാണെന്തെന്ന് അവതലനം അഥവാ സബ്സിഡൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഭൗമചലനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഭൗമചലനങ്ങൾ എന്താന്ന് പറഞ്ഞു. ഭൗമചലനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ആന്തരിക ചലനങ്ങൾ അഥവാ എൻഡോജീനിക് മൂവ്മെന്റ്സ് എന്നും ബാഹ്യചലനങ്ങൾ അഥവാ എക്സോജീനിക് മൂവ്മെന്റ്സ് എന്നും രണ്ടായിട്ട് തിരിക്കാം. ഇതിൽ ആന്തരിക ചലനങ്ങളെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. സാവധാനത്തിലുള്ള ചലനം, അതുപോലെ ദ്രുതചലനം, സാവധാനത്തിലുള്ള ചലനം അഥവാ ദ്രുതചലനം. അപ്പോൾ എന്താണ്, ഡയസ്ട്രോഫിക് മൂവ്മെന്റ് എന്നും സഡൻ മൂവ്മെന്റ് എന്നും രണ്ടായിട്ട് തിരിക്കാം. അതിലെ ഈ ദ്രുതചലനം എന്ന് പറയുന്നതിനെ എഗെയിൻ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനം എന്നും ഭൂകമ്പം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സാവധാനത്തിനുള്ള ചലനത്തിന് എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ പഠിച്ച ഫലക ചലനങ്ങൾ എല്ലാം ഈ സാവധാനത്തിനുള്ള ചലനത്തിൽ വരുന്നതാണ്. ആന്തരിക ചലനങ്ങളിലെ ഒരു ഡിവിഷനാണ് സാവധാനത്തിലുള്ള ചലനം, ഡയസ്ട്രോഫിക് മൂവ്മെന്റ്. അതിൽ വരുന്നതാണ് ഫലക ചലനം. ഈ ദ്രുതചലനം, ആന്തരിക ചലനങ്ങളിൽ തന്നെ ദ്രുതചലനം ഉണ്ട്, സഡൻ മൂവ്മെന്റ് ഉണ്ട്. അതിൽ വരുന്നതാണ് അഗ്നിപർവ്വത സ്ഫോടനം, വോൾക്കാനിക് ഇറപ്ഷനും ഭൂകമ്പം, എർത്ത് എല്ലാം എവിടെ വരുന്നതാണ്, ഈ ദ്രുതചലനം അല്ലെങ്കിൽ ആന്തരിക ചലനത്തിൽ വരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഭൂകമ്പത്തെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഭൂകമ്പം അഥവാ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. അപ്പോ ഭൂകമ്പങ്ങൾ മിക്കവയും കേന്ദ്രീകരിക്കുന്ന ഭാഗം എവിടെയാണ്? ഭൂകമ്പങ്ങൾ മിക്കവാറും കേന്ദ്രീകരിക്കുന്നത് ഫലക അതിരുകളിലാണ്. ഭൂകമ്പങ്ങൾ മിക്കവയും കേന്ദ്രീകരിക്കുന്നത് എവിടെയാണ്? ഫലക അതിരുകളിലാണ്. ഭൂമിയുടെ ആഴങ്ങളിൽ ഫലകചലന ഫലമായും മറ്റും ശിലകൾക്ക് സ്ഥാനമാറ്റവും ഭ്രംശവും സംഭവിക്കാറുണ്ട്. ഭൂമിയുടെ ആഴങ്ങളിൽ ഫലകചലന ഫലമായിട്ടും മറ്റും ശിലകൾക്ക് എന്തുണ്ടാവാറുണ്ട്? സ്ഥാനമാറ്റവും ഭ്രംശനവും സംഭവിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഭൂമിയുടെ ആഴങ്ങളിൽ ഫലകചലന ഫലമായും മറ്റും ശിലകൾക്ക് സ്ഥാനമാറ്റവും ഭ്രംശനവും സംഭവിക്കാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഭൂമിയുടെ ശിലാമണ്ഡലത്തിൽ പെട്ടെന്ന് ശക്തമായ സമ്മർദ്ദം അനുഭവപ്പെടുകയും കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ ഭാരമുള്ള വസ്തു വീഴുമ്പോൾ വസ്തു വീണ സ്ഥലത്തു നിന്ന് വൃത്താകൃതിയിൽ തരംഗങ്ങൾ ജലാശയം മുഴുവൻ വ്യാപിക്കുന്നത് പോലെ ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ സൃഷ്ടിക്കുന്ന പ്രകമ്പനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഭൂകമ്പം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഭൂകമ്പം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഫലകചലനവും ഭ്രംശനവും മാത്രമല്ല മറ്റു കാരണങ്ങൾ മൂലവും ഭൂകമ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ മെയിൻ കാരണം ഭൂകമ്പങ്ങൾ ഉണ്ടാവുന്നതിന്റെ ഫലകചലനവും ഭ്രംശനവുമാണ്. മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫലകചലനം ഒരു കാരണമാണ്, ഭ്രംശനം മറ്റൊരു കാരണമാണ്. പിന്നീട് ഖനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുന്നത്, ജലസംഭരണികളിലെ സമ്മർദ്ദം, അഗ്നിപർവ്വതങ്ങളിൽ ഉണ്ടാവുന്ന സന്ദർഭങ്ങൾ, ഇത്രയുമാണ് ഭൂകമ്പങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു കോളം നമുക്ക് ആദ്യം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഭൂകമ്പം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ 2015 ഏപ്രിൽ 23 ഉച്ചനേരത്ത് ഞാൻ കൂട്ടുകാരനോടൊപ്പം കാഠ്മണ്ഡു നഗരത്തിന്റെ വീഥികളിലൂടെ നടക്കുകയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചാപ്റ്ററിൽ പഠിച്ചതായിരുന്നു അല്ലേ. കാഠ്മണ്ഡു എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നേപ്പാളിലാണ്. അപ്പൊ നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായ വർഷം 2015 ഏപ്രിൽ 23. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായ വർഷമാണ് 2015 ഏപ്രിൽ 23 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് അവിടെ ഓർത്തിരിക്കണം. ഇനി അടുത്തത് എന്താണ് പ്രഭവ കേന്ദ്രം, ഫോക്കസ് എന്ന് പറയുന്നത്? ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാവുന്ന കേന്ദ്രങ്ങളെയാണ് പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാവുന്ന കേന്ദ്രങ്ങളെ പ്രഭവ കേന്ദ്രം എന്നും ഇതിന് നേർമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതലത്തെ കേന്ദ്രത്തെ എപ്പി സെന്റർ എന്നുമാണ് വിളിക്കുന്നത്. ഭൂമിയുടെ ആഴങ്ങളിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാവുന്ന കേന്ദ്രങ്ങളെ നമ്മൾ പ്രഭവ കേന്ദ്രം എന്ന് വിളിക്കുന്നു. ഇതിന്റെ നേർമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭൗമോപരിതല കേന്ദ്രത്തെ എന്താണ് വിളിക്കുന്നത്? എപ്പി സെന്റർ എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തത്, ഭൂകമ്പ വേളയിൽ 3 തരം തരംഗങ്ങളാണ് ഫോക്കസിൽ നിന്ന് പുറപ്പെടുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഫോക്കസ് എന്താണ്? പ്രഭവ കേന്ദ്രം.
അതിൽ നിന്നും 3 തരത്തിലുള്ള തരംഗങ്ങളാണ് പുറപ്പെടുന്നത്. ഏതൊക്കെയാണ്? പ്രൈമറി വേവ്സ് അഥവാ പ്രാഥമിക തരംഗങ്ങൾ, സെക്കൻഡറി വേവ്സ് അഥവാ ദ്വിതീയ തരംഗങ്ങൾ, സർഫസ് വേവ്സ് അഥവാ പ്രതല തരംഗങ്ങൾ. ഇങ്ങനെ 3 തരം തരംഗങ്ങളാണ് ഫോക്കസിൽ നിന്നും ഭൂകമ്പ വേളയിൽ പുറപ്പെടുന്നത്. പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ്, സർഫസ് വേവ്സ്, പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ, പ്രതല തരംഗങ്ങൾ എന്നിങ്ങനെ. ഇതിൽ പ്രതല തരംഗങ്ങൾ എന്ന് പറയുന്നതാണ് ഏറ്റവും വിനാശകാരിയായത്. പ്രതല തരംഗങ്ങളാണ് ഏറ്റവും വിനാശകാരിയായ തരംഗങ്ങൾ എന്ന് പറയുന്നത്. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് എന്ത്? സീസ്മോഗ്രാഫ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? സീസ്മോഗ്രാഫാണ്. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിന്റെ തീവ്രത അളന്നു തിട്ടപ്പെടുത്തുന്ന തോതാണ് റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. റിക്ടർ സ്കെയിൽ എന്താണ്? ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന ഊർജത്തിന്റെ തീവ്രത അളന്നു തിട്ടപ്പെടുത്തുന്നതിനെയാണ്, ആ ഒരു തോതിനെയാണ് റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. ഇതുവരെ ഏറ്റവും തീവ്രത കണക്കാക്കിയിട്ടുള്ളത് ചിലിയിൽ ഉണ്ടായ ഭൂകമ്പത്തിനാണ്. ഓക്കെ, അപ്പൊ റിക്ടർ സ്കെയിലിൽ 9.5 തീവ്രത ഉണ്ടായിരുന്നു. ചിലിയിൽ ഉണ്ടായ ഭൂകമ്പത്തിലാണ് ഏറ്റവും കൂടുതൽ തീവ്രത കണക്കാക്കിയിട്ടുള്ളത്. 9.5 അവിടുത്തെ തീവ്രത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സുനാമികളെ കുറിച്ചാണ്. അപ്പോ കടലിനടിയിൽ ഉണ്ടാവുന്ന വൻ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഉൽക്കകളുടെ പതനം എന്നിവ മൂലം ഉണ്ടാവുന്ന ആഘാത തരംഗങ്ങൾ അനേകം മീറ്ററുകളോളം ഉയർന്നു പൊങ്ങുന്ന ഭീമൻ തിരമാലകൾ സൃഷ്ടിക്കുന്നു. ഇത്തരം തിരമാലകളെയാണ് സുനാമികൾ എന്ന് പറയുന്നത്. അപ്പൊ കടലിനടിയിൽ ഉണ്ടാവുന്ന വൻ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഉൽക്കകളുടെ പതനം എന്നിവ മൂലമുണ്ടാവുന്ന ആഘാത തരംഗങ്ങൾ മീറ്ററുകളോളം ഉയർന്നു പൊങ്ങുന്ന ഭീമൻ തിരമാലകൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനെയാണ് സുനാമികൾ എന്ന് പറയുന്നത്. സുനാമി കൊണ്ടുള്ള അപകടങ്ങൾക്ക് മുഖ്യമായും വിധേയമാകുന്നത് എവിടെയാണ്? തീരപ്രദേശങ്ങളാണ്. ജീവഹാനിയും വസ്തുവകകൾക്കുള്ള നാശവുമാണ് സുനാമിയുടെ ഏറ്റവും പ്രകടമായ പ്രത്യാഘാതങ്ങൾ. നമുക്കറിയുന്നതാ. 2004 ഡിസംബർ 26 കേരള തീരത്തും സുനാമി ബാധിക്കുകയുണ്ടായി. അപ്പൊ കേരള തീരത്ത് സുനാമി ഉണ്ടായ വർഷം 2004 ഡിസംബർ 26 ഈ ഒരു ചോദ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം 2019 നമ്മളോട് ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണേ. 2004 ഡിസംബർ 26 എന്ത്? കേരള തീരത്ത് സുനാമി ഉണ്ടായത്. അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് 2019. ഇന്ത്യയിലും ശ്രീലങ്കയിലും നാശം വിതച്ച സുനാമിക്ക് കാരണമായ ഭൂചലനം ഉണ്ടായ സ്ഥലമാണ് സുമാത്ര. സുമാത്ര എന്ന് പറയുന്ന സ്ഥലമാണ് എന്താണ്? ഇന്ത്യയിലും ശ്രീലങ്കയിലും നാശം വിതച്ച സുനാമിക്ക് കാരണമായിട്ടുള്ള ഭൂചലനം ഉണ്ടായ സ്ഥലമാണ് സുമാത്ര. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്, സുമാത്രയാണ്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുമാത്രയിൽ ഉണ്ടായിട്ടുള്ള ശക്തമായ ഭൂചലനമാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമൊക്കെ നാശം വിതച്ച ഈ സുനാമിക്ക് കാരണമായത് എന്നത് ഓർത്തിരിക്കുക. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഡാർട്ട്. എന്താണ് ഡാർട്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതായത് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ ഡാർട്ട് എന്ന സുനാമി മുന്നറിയിപ്പ് സംവിധാനം വിവിധ പ്രദേശങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിച്ചിട്ടുള്ള സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഡാർട്ട്. ഡാർട്ട് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ട് ഓഫ് സുനാമി എന്നതാണ് ഡാർട്ടിന്റെ ഫുൾ ഫോം. ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ സ്ഥാപിച്ചിട്ടുള്ള സുനാമി മുന്നറിയിപ്പ് സംവിധാനമാണ് ഡാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സുനാമിയിൽ നിന്ന് രക്ഷ നേടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ്? കടൽ തിരകൾ പിന്നോട്ട് വലിയുന്നത് കാണുകയാണെങ്കിൽ അത് സുനാമി മുന്നറിയിപ്പായി കരുതി സുരക്ഷിത സ്ഥലത്തേക്ക് മാറുക. ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കുക. അപകടഘട്ടം തരണം ചെയ്തു എന്ന് സ്വയം തീരുമാനിക്കാതെ ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കുക. രക്ഷപ്പെടാനുള്ള തിരക്കിനിടയിൽ വസ്തുവകകൾ എടുക്കുവാനായി സമയം പാഴാക്കാതിരിക്കുക. ജീവനാണ് ഏറ്റവും വലുത് എന്ന് തിരിച്ചറിയണം. സുനാമിയിൽ പെട്ടുപോയാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ പിടിമുറക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഓക്കെ,
ഇനി സുനാമി ബാധിത പ്രദേശങ്ങളിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ NCC, റെഡ് ക്രോസ്, മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ പങ്ക് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡാർട്ടിന്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പഠിക്കണേ. ഡീപ്പ് ഓഷ്യൻ അസസ്മെന്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി എന്നുള്ളതാണ് ഡാർട്ടിന്റെ ഫുൾ ഫോം. ഇനി ഇവിടെ ഒരു കോളത്തില് ഭൂമിശാസ്ത്ര പഠനങ്ങൾ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ PDF ഇട്ട് തരുമ്പോൾ വായിച്ചേക്കാം കേട്ടോ. അടുത്തത് അഗ്നിപർവ്വതങ്ങൾ, വോൾക്കാനോസ് ആണ് പറയുന്നത്. എന്താണ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്? ഫലക ചലനങ്ങളുടെ ഫലമായി ഫലകാതിരുകളിലെ വിള്ളലുകളിലൂടെ ഉരുകിയ ശിലാദ്രവം പുറത്തേക്ക് വന്നാണ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാവുന്നത്. ഫലക ചലനങ്ങളുടെ ഫലമായി ഫലക അതിരുകളിലെ വിള്ളലുകളിലൂടെ ഉരുകിയ ശിലാദ്രവം പുറത്തേക്ക് വന്ന് രൂപം കൊള്ളുന്നതാണ് അഗ്നിപർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തിലെ 80% അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നത് പസഫിക് സമുദ്രത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾക്ക് ചുറ്റുമാണ്. ലോകത്തിലെ 80% അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾക്ക് ചുറ്റുമാണ്. 452 അഗ്നിപർവ്വതങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മേഖലയെ ശാന്തസമുദ്രത്തിലെ തീവലയം എന്നാണ് പറയുന്നത്. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നാണ് പറയുന്നത്. 452 അഗ്നിപർവ്വതങ്ങളാണ് പസഫിക് സമുദ്രത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് ഈ മേഖലയെ ശാന്തസമുദ്രത്തിലെ തീവലയം എന്നാണ് വിളിക്കുന്നത്. പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ അഗ്നിപർവ്വതങ്ങൾ ചിലപ്പോൾ ഒരുപാട് നമുക്ക് ജീവന് ഭീഷണിയാവുന്നുണ്ടെങ്കിലും ചില സമയത്ത് ഉപകാരപ്രദമാവാറുണ്ട്. അപ്പൊ അതെങ്ങനെയാന്നുള്ളതാണ് പറയുന്നത്. അഗ്നിപർവ്വതങ്ങൾ എന്തൊക്കെയാണ് ഉപകാരങ്ങൾ ചെയ്യുന്നത്? ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാവുന്ന മണ്ണ് ഫലഭൂയിഷ്ടമാണ്. ഉദാഹരണം ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ കറുത്ത മണ്ണ്. അപ്പോൾ ഈ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ലാവാശിലകൾ പൊടിയും അല്ലെ. അപ്പൊ അങ്ങനെ പൊടിഞ്ഞുണ്ടാവുന്ന മണ്ണ് ഫലഭൂയിഷ്ടമാണ്. ഉദാഹരണമാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ കറുത്ത മണ്ണ്. ദെൻ അടുത്ത ഉപകാരം എന്താണ്? അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന ചാരം വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ പലയിടത്തും ഗീസറുകൾ രൂപപ്പെടുന്നു. ഉദാഹരണം വടക്കേ അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത് ഫുൾ ഗീസർ. അഗ്നിപർവ്വത പ്രദേശങ്ങളിൽ പലയിടത്തും ഗീസറുകൾ രൂപപ്പെടുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഓൾഡ് ഫെയ്ത്ത് ഫുൾ ഗീസർ എന്ന് പറയുന്നത്. ഈ പ്രദേശങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ട് മാറാറുണ്ട്. ഓക്കെ.